എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോടാണ്. 10 കോടി രൂപ മുതൽ മുടക്കിൽ മറൈൻ വേൾഡ് ഒരുക്കുന്ന ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാനായിട്ടാണ് ഞാൻ ഇന്ന് കോഴിക്കോട് എത്തിയിരിക്കുന്നത്. അപ്പോഴും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. 120 രൂപയാണ് ആളൊന്നുക്ക് ടിക്കറ്റ് ആകുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം അത് തികച്ചും ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം നമ്മൾ അകത്തേക്ക് കയറാണ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണ് കോഴിക്കോട്, ഹലുവയുടെ നാട്, കോഴിക്കോടൻ ഹലുവയുടെ നാട്, രുചിക്കൂട്ടുകളുടെ വിസ്മയം തീർത്ത വിസ്മയ ലോകം കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട്ടുകാർക്ക് വേണ്ടിയിട്ട് മറൈൻ വേൾഡ് എന്താണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അകത്ത് കയറി ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? പക്ഷികളുടെ ഒരു അത്ഭുത ലോകമാണ്. ഇവിടെ പക്ഷികളെല്ലാം ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഇവിടെ ലവ് ബേഡ്സ് ഉണ്ട്, സൺ കോണൂറുണ്ട്, ആഫ്രിക്കൻ പാരറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിഞ്ചസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പക്ഷികൾ, ബേഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാവോ? ഞാൻ ചെന്ന ദിവസം നന്നേ നല്ല തിരക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെറ്റ്സ്, ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എല്ലാ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ആനിമൽസും പെറ്റ്സുമാണ് ഇവിടെ ഈ എക്സിബിഷനിൽ നമുക്ക് കാണാനായിട്ട് അവർ വെച്ചിരിക്കുന്നതെന്ന്. അത് ഈ മുയലിൻ്റെ ഒക്കെ പേരുണ്ട് കേട്ടോ. ഇത് സാധാ മുയലൊന്നുമല്ല, ഇങ്ങനെ ഓരോന്ന്. ഇത് നമ്മുടെ പൈതലാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോന്നിനുള്ള പേരുകളും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ റെഡ് ഇഗ്വാനയാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ? അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. കൂടാതെ ബേഡ്സ്, ഫിഞ്ചസ്, പാരറ്റ് ഇനത്തിൽപ്പെട്ട ഒരുപാട് ആഫ്രിക്കൻ പാരറ്റ്സ്, അങ്ങനെ ഇനത്തിൽപ്പെട്ട ഒരുപാട് ബേഡ്സും ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് മത്സ്യത്തിൻ്റെ ഒരു ചെറിയ കളക്ഷനാണ്. അതും അടിപൊളിയായിട്ട് ഇവിടെ അവർ അലങ്കാര മത്സ്യങ്ങളുടെ കളക്ഷൻ ഇവിടെ അതും അതിമനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെന്നപ്പോൾ നന്നേ നല്ല തിരക്കായിരുന്നു. നിങ്ങളിതൊന്ന് കണ്ടു നോക്കിക്കേ, എന്നോ വലിയ ക്യൂ ആണെന്ന് നോക്കിക്കേ ഒന്ന്. ഭയങ്കരം തന്നെയല്ലേ? ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് വലിയ അക്വേറിയങ്ങളുള്ളത്. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇറങ്ങി നിൽക്കത്തക്ക രീതിയിൽ, നീന്തി തുടിക്കത്തക്ക രീതിയിലുള്ള അക്വേറിയമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയാണെങ്കിൽ കടലിൽ നമ്മൾ കാണാത്തതും കണ്ടതുമായ ഒരുപാട് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളുണ്ട്. കടൽ മത്സ്യങ്ങളാണ് കൂടുതൽ. 100-ൽ പരം മത്സ്യങ്ങൾ, അവയുടെ ഇനമാണ് പറഞ്ഞത് കേട്ടോ. ലക്ഷക്കണക്കിന് മീനുകളാണ് ഇവിടെ ഉള്ളത്. ആ ഇനത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് മീനുകൾ. അത് കടലിലെ മത്സ്യമുണ്ട്, അലങ്കാര മത്സ്യമുണ്ട്, ശുദ്ധജല മത്സ്യമുണ്ട്. എനിക്ക് തോന്നുന്നു കടലിലെ മത്സ്യങ്ങൾ മാത്രമേ ഇവിടെ കൂടുതലായിട്ടുള്ളൂ. അമ്മാതിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലക്ഷക്കണക്കിന് മീനുകളുടെ അതിവിപുലമായ ശേഖരമാണ് മറൈൻ വേൾഡ് കോഴിക്കോട്ട് ഒരുക്കിയിരിക്കുന്നത്. അതിമനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരമായ മീനുകളാണ് മുഴുവനും. പാലക്കാട് ഉണ്ടായിരുന്ന അത്രയും മീനുകളുടെ, അതായത് അപൂർവം ചില മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും വരുമായിരിക്കും കേട്ടോ. മറൈൻ വേൾഡ് കോഴിക്കോട് തുടങ്ങിയിട്ട് ഏകദേശം 3 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. അപ്പം ഇനിയും ഫിഷുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും അടിപൊളിയാണ് കേട്ടോ. എന്നിരുന്നാലും അടിപൊളി തന്നെയാണ്. കണ്ടോ, നിങ്ങൾ കണ്ടേ? ഈ മത്സ്യങ്ങളെയൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ മറൈൻ വേൾഡ് വരണം കാണാനായിട്ട്. അതിമനോഹരമായ കാഴ്ചകളെ. ഇവിടെ ഈ കാഴ്ചകൾ കാണാനായിട്ട് എല്ലാവരും എത്തുന്നത് കുടുംബമായിട്ടാണ്, ഫാമിലി ആയിട്ടാണ് എത്തുന്നത്. ഈ മീനെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ പറക്കുന്ന മീൻ. അതായത് തിരണ്ടി വർഗത്തിൽപ്പെട്ട ഒരു മീനാണിത്. ഇവരിങ്ങനെ പറന്ന് നടക്കും. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. ഇവരുടെ ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് കണ്ട് നമുക്കിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഫാമിലിയൊക്കെ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് കോഴിക്കോട്ടുകാർക്ക് ഇനി വേറെ എങ്ങും പോകേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ മറൈൻ വേൾഡ് കോഴിക്കോട് വരിക, കാഴ്ചകൾ കാണുക. ഇത് കണ്ടോ, സ്കൂബ ഡൈവേഴ്സാണ്. ഇവർ ആ അക്വേറിയത്തിനകത്ത് ഇറങ്ങി നിന്നിട്ട് അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ കാണിക്കും. മീനുകളുടെ ഇടയിൽ മീനുകളും ഇവരും തമ്മിലുള്ള ഒരു ബോണ്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, തൊട്ട് തലോടി നിൽക്കുന്ന മീനുകളെയൊക്കെ. സ്കൂബ ഡൈവേഴ്സിനെ നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ കൂടിയിട്ടുള്ള ഒരു അവസരമാണ്. കുട്ടികൾക്കൊക്കെ ഇത് അതിശയം തന്നെയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കുഞ്ഞു കുട്ടികൾക്ക് ഇതൊരു അത്ഭുതമായ കാഴ്ചകൾ തന്നെയാണ് അല്ലേ? നമുക്കും അത് തന്നെയാണ്. നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അത്ഭുത കാഴ്ചകളാണ് ഇവിടെ ഒരുക്കുന്നത്. കണ്ടോ, ചേട്ടൻ്റെ അഭ്യാസ പ്രകടനമൊക്കെ കണ്ടോ, അടിപൊളിയായിട്ട്. സ്കൂബ ഡൈവിങ് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ മറൈൻ വേൾഡ് ഒരുക്കുന്ന മറ്റൊരു സംഗതി കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? മർമെയ്ഡ് ഷോ. അതെ,
ഇവിടത്തെ തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്ക് തന്നെയാണ് കേട്ടോ. മർമെയ്ഡിനെ, മത്സ്യകന്യകയെ കാണാനായിട്ടാണ് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഷോയിലെ ആകർഷണീയമായ ഒന്നാണ് ഈ മർമെയ്ഡ് ഷോ എന്ന് പറയുന്നത്. ഇവിടെയാണ് മോനെ ജനത്തിരക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മർമെയ്ഡ് ഷോ. അവരിങ്ങനെ നീന്തി തുടിക്കുന്നതും അടിപൊളിയായ മനോഹരമായ കുപ്പായമൊക്കെ ഇട്ട് ഇതിനകത്ത് നീന്തി തുടിക്കുന്നുണ്ട്. മത്സ്യകന്യകയാണെന്നേ നമ്മൾ പറയത്തുള്ളൂ. അത്രയ്ക്ക് സൗന്ദര്യമാണ്. കണ്ടോ, നല്ല രസമല്ലേ അത് പോകുന്ന കാണാനായിട്ട്, മത്സ്യകന്യക പോകുന്ന കാണാൻ. ഇവരുടെ ഓരോ വിധത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ തന്നെയാണ് എല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്നത്. മുകളിൽ നിന്ന് ശ്വാസം എടുത്തിട്ട് വന്നിട്ട് അത്രയും ടൈം അതിനകത്ത് താന്ന് കിടന്ന് ഓരോ അഭ്യാസങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലേ. നല്ല രീതിയിൽ തന്നെ അത് അവർ ചെയ്യുന്നുണ്ട്. കണ്ടോ, കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഷോ ഇന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി ഞാൻ സംസാരിക്കാം അല്ലേ. അതല്ലേ അതിൻ്റെ രീതി. എങ്ങനെയുണ്ടായിരുന്നു? പൊളിയല്ലേ? അതെ, അടിപൊളിയായിരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ടണൽ അക്വേറിയത്തിൻ്റെ അടുത്തേക്കാണ്. അതിൻ്റെ എതിർവശത്തുള്ള ഗ്ലാസ്സിൽ കൂടെ നമുക്ക് അവിടെ കിടക്കുന്ന മീനുകളെ എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ വിഡോ ഫിഷാണ്. അതൊക്കെ നമുക്ക് അടുത്ത് കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. ഈ ടാങ്കിൽ ഏകദേശം ലക്ഷക്കണക്കിന് മീനുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വലുതും ചെറുതുമായ ഒരുപാട് മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇത് അലിഗേറ്ററുകളാണ് കേട്ടോ. വൈറ്റും ഉണ്ട്, ഡാർക്കും ഉണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. എന്നാ വലുപ്പമാണെന്നറിയാം ഇതിനൊക്കെ. ഇത് പിരാന ഇനത്തിൽപ്പെട്ട ഒരു മീനാണ്. ഇതിന് ഡാർക്കും ഉണ്ട്, വൈറ്റ് ഷെയ്ഡും ഉണ്ട്. ഇവിടെ സ്കൂബ ഡൈവേഴ്സും ഉണ്ട് കേട്ടോ. ഇവർ മീനിൻ്റെ കൂടെ ഒക്കെ നീന്തി തുടിച്ച് നമുക്ക് ടാറ്റയൊക്കെ തന്ന് കണ്ടോ, നല്ല രസമല്ലേ. ഈ ടണൽ അക്വേറിയത്തിനകത്താണ് ഈ സ്കൂബ ഡൈവേഴ്സ് ഉള്ളതെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്? അതെ, നല്ല രസം തന്നെ ഉണ്ടായിരിക്കും. ഇത് കോയി കാർപ്പിൻ്റെ അതിമനോഹരമായ കളക്ഷൻസ് ആണ് കേട്ടോ. എന്തുമാത്രം കോയിക്കാർപ്പ് ഉണ്ടെന്നറിയാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് കോയിക്കാർപ്പായിരിക്കും. അത് നമ്മൾ കാണാം, അതിനെ ഞാൻ കാണിക്കാം. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന തന്നെ മീനാണെന്നേ. ഇതാണ് അരാപ്പൈമ. കണ്ടോ, നല്ല റെഡ് ടെയില്, അതിസുന്ദരം അല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് ഇവിടുത്തെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അരാപ്പൈമ. ആണോ, നല്ല റെഡ് ടെയിലാണ്. കണ്ടോ, സൂപ്പറായിട്ടുണ്ടല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഭവം പൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ടണൽ അക്വേറിയത്തിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് അതിമനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ടണൽ അക്വേറിയത്തിൽ വൻ ജനത്തിരക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് കാണാനായിട്ട് കുത്തൊഴുക്കാണ് ഇവിടെ. അപ്പം നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥമൊക്കെ നിന്ന് ചിത്രീകരിച്ചിരിക്കുന്ന വിഷ്വലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കണ്ടോ, നല്ല തിരക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കഷ്ടപ്പെട്ടെടുത്ത വിഷ്വൽസാണ് ഇതെല്ലാം തന്നെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ആ അരാപ്പൈമയുടെ താഴത്തെ ഭാഗം കണ്ടോ, അതിമനോഹരമായ. കണ്ടോ, നോക്കിക്കേ, നീന്തി തുടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കടലിന് അടിയിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഈ ടണൽ അക്വേറിയത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഏകദേശം 300 മീറ്ററിൽ പരം ദൂരമുള്ള ടണൽ അക്വേറിയമാണ് മറൈൻ വേൾഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, കോയിക്കാർപ്പിൻ്റെ അതിമനോഹരമായ കളക്ഷൻസ്. വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കളറും കോയിക്കാർപ്പ് ഇവിടെയുണ്ട്, മിൽക്കി കാർപ്പ്, എല്ലാ സംഭവവും ഇവിടെയുണ്ട് കേട്ടോ. ഇഷ്ടത്തിനുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. ഇവിടെ രണ്ട് സ്കൂബ ഡൈവേഴ്സ് നിന്ന് നീന്തി തുടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കടലിൽ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ടണൽ അക്വേറിയത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം പൂർണ്ണമായിട്ട് AC ആണ് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഇത് കണ്ട് നടക്കാൻ തന്നെ എന്ത് രസമാണല്ലേ. ഇത് കണ്ടോ, അലിഗേറ്ററാണ്. അലിഗേറ്ററൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടോ, നമുക്കതിനെ താഴേന്ന് കാണുമ്പോൾ ഉള്ളൊരു രസം, ഒരു ഫീല്, അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല. അത് നമ്മളിവിടെ വന്ന് അനുഭവിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ഇത് കണ്ടോ,
ഏത് കളറാണ് ഇല്ലാത്തത്? വിഡോ ഫിഷാണ് കേട്ടോ. നമ്മുടെ തലയ്ക്ക് മുകളിൽ എല്ലാ കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഇന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് സെൽഫി, ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു ഓർമ്മയാണ്, ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലേ? ഏകദേശം 300-ൽ പരം മീറ്റർ നീളമുള്ള ടണൽ അക്വേറിയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുക. അതിൻ്റെ പുറത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം അടിപൊളിയാണ്. എവിടെ നിന്നാലും നമുക്ക് മീനുകളെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വീണ്ടും വലിയ അക്വേറിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയും കടൽ മീനുകൾ. ഇത് കണ്ടോ, കടൽ പുഷ്പമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണിത്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും സംഭവത്തിന് ജീവനുണ്ട്. കണ്ട് സ്റ്റാർ ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ കൊഞ്ചുണ്ട് വലുത്. കണ്ടോ, ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമോ? എനിക്കൊന്ന് കടൽ പുഷ്പം തന്നെയാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് ഡ്രാക്കുള ഫിഷ്, ഞാൻ നേരത്തെ പേരിട്ട്. ഈ മീനിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താ പ്രത്യേകത എന്ന് അറിയാമോ? സൂക്ഷിച്ച് നോക്കിയേ, ഈ മീനാണെങ്കിൽ കണ്ണ് എഴുതിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, കണ്ണ് എഴുതിയിട്ടുണ്ട് ആ മീന്. എനിക്ക് ആ മീനെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ പിന്നെ ഞാൻ കണ്ട് പരിചയിച്ച മീനുകളാണ്. ഈ മീനെ കണ്ടോ, ഈ വെട്ടം അടിക്കുന്നുണ്ടല്ലോ, ആ ഗോൾഡൻ മഞ്ഞ ഉണ്ടല്ലോ, ഇങ്ങനെ മിന്നി മറിയും. നല്ല രസമില്ലേ കാണാനായിട്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മളുടെ ഷാർക്കാണ്, വൈറ്റ് ഷാർക്ക്. ഒരുപാടെണ്ണം ഉണ്ടല്ലോ ഈ ടാങ്കിൽ തന്നെ. ഒരു 10-20,000 വൈറ്റ് ഷാർക്കെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി കളക്ഷൻസ് ഉണ്ട്. പ്രായഭേദം തന്നെ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാം തന്നെ ഇവിടെ വരാനായിട്ട് ഇത് കാണാനായിട്ടും സാധിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇതിന് ഞാനൊരു പേരിട്ടുണ്ട്. ഇവൻ്റെ ഒറിജിനൽ പേരെന്താന്ന് ഇന്നേ വരെ എനിക്കറിയത്തില്ല. ഹെലികോപ്റ്റർ ഫിഷ്. ഹെലികോപ്റ്റർ ഫിഷ്. ഇവൻ പോകുന്ന ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സ്പീഡിൽ ഒറ്റ പറക്കുക. വേണ്ടേ, കണ്ടോ ഹെലികോപ്റ്ററൊക്കെ പോകുന്ന പോലെയല്ലേ പോകുന്നത്? സത്യമായിട്ട് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. നല്ല ഉണ്ട കണ്ണുള്ള മീൻ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങിയത് എങ്ങോട്ടാണെന്നോ? നമ്മുടെ കടലമ്മയുടെ കൊട്ടാരത്തിലേക്ക്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഒരു വെള്ളച്ചാട്ടത്തിനകത്ത് എന്ന് കൊട്ടാരം ഇരിക്കുന്ന ഫീലാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. അത് അതിമനോഹരമായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ചെല്ലുന്നത് വ്യാപാരമേളയിലേക്കാണ്. ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ, ഒരു പന്തലിൻ്റെ കുടക്കീഴിൽ നമുക്കിവിടെ കിട്ടും. കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടൻ ഹലുവ വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെയാണ് സ്പെഷ്യൽ, അവയെല്ലാം തന്നെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഫുഡ് ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, മറ്റ് എന്തെങ്കിലും പല ഉപകരണങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അവയെല്ലാം തന്നെ ഇവിടെ കിട്ടും കേട്ടോ. രാജസ്ഥാനി അച്ചാർ, മൈസൂർ ചിപ്സ്, അതുപോലെ തന്നെ കോലാപ്പൂരി ചെരുപ്പ്, ഇവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഇവയെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഈ ബാഗിൻ്റെ ഒക്കെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിപുലമായ കളക്ഷൻസ് ആണ് കേട്ടോ. 250 രൂപ മുതൽ ബാഗുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് 160 രൂപയും കണ്ടെയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ജെൻസിൻ്റെ പേഴ്സും ഇവിടെ കിട്ടും. അടിപൊളി പേഴ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതേ നോക്കിക്കേ, കൊല്ലം കശുവണ്ടി, അതിൻ്റെ എല്ലാ വെറൈറ്റിയും ഇവിടെ കിട്ടും. ഇതൊരു മാജിക് ബുക്കാണ് കേട്ടോ. ഇതിനകത്ത് എഴുതുന്ന സ്കെച്ച് പെന്നൊക്കെ ഏത് കളറും ആയിക്കട്ടെ, അത് നമുക്ക് തുടച്ച് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇവിടെ പിന്നെ പറയണ്ടല്ലോ, കമ്മലുകളുടെ അതിമനോഹരമായ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് ഞാൻ അതുപോലെ തന്നെ ഒപ്പിങ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലേഡീസിനും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു ഷോപ്പാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാളാണ് ഇത്. ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് ഒന്നുമില്ല. കമ്മലുകളുടെ അതിവിപുലമായ ശേഖരം തന്നെ കമ്മലുകളുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കമ്മൽ വരെ ഇവിടെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു. ഇത് കണ്ടിട്ട് ഇപ്പം പറയും, ഇതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ, പുതിയ ഫാഷൻ വല്ലതും ഉണ്ടോ ചേട്ടാന്ന് അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ഇനിയും പറയാനായിട്ട് വരുന്നത്? ഇത് പുതിയ ഫാഷനൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ എനിക്കറിയത്തില്ല, ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഇനി അടുത്ത സ്റ്റാളിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാം തന്നെ നല്ല തിരക്കാണ് കേട്ടോ. മലയാളികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി, അതുപോലെ തന്നെ ആടുജീവിതം, ഗോഡ് ലൈഫ്. ഈ 2 ബുക്കും ഇവിടെ കിട്ടും കേട്ടോ.
ഈ ബുക്കുകൾ മാത്രമല്ല ഇവിടെ കിട്ടുന്ന ഈ സ്റ്റാളിൽ കിട്ടുന്ന ഒട്ടനവധി നിരവധി ബുക്കുകളുടെ കളക്ഷൻസ് ഇവിടെ ധാരാളമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കളിപ്പാട്ടങ്ങളാ കൂടുതലെന്ന്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പെറ്റ്സിന്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും പറ്റുമെന്നേ. കിളികളുണ്ട്, ഇഗ്വാനാസ് ഉണ്ട്, അതുപോലെ പൈതലുണ്ട് കേട്ടോ. പാത്രങ്ങൾ തൂക്കി വിൽക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? 299 രൂപയുള്ളൂ 1 കിലോ പാത്രത്തിന്. അതിമനോഹരമായ പ്ലേറ്റുകളും മറ്റു പാത്രങ്ങളും ഇവിടെയുണ്ട്. എല്ലാ കാഴ്ചകളും കണ്ട് ക്ഷീണിച്ചു വരുന്ന നമുക്ക് അതിവിപുലമായ ഒരു ഫുഡ് കോർട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകതരം ഡിഷുണ്ട്, ഉണ്ണിയപ്പം. നല്ല ചൂട് ഉണ്ണിയപ്പം ഇവിടെ കിട്ടും. ചിക്കൻ പുരട്ട്, ചിക്കൻ പെപ്പർ, കപ്പ, മീന്, മീൻകറി, മീൻ വറുത്തത്, നമ്മുടെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചപ്പാത്തി, പൊറോട്ട, ചായ, ബജ്ജി, ലെമൺ സോഡ, പായസം ഇവയെല്ലാം കഴിക്കാനുള്ള വിശാലമായ ഒരു ഫുഡ് കോർട്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ച് ഗെയിംസിൻ്റെ സെക്ഷനും നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ വിശേഷങ്ങളും ഒക്കെയാണ്. ഇവിടെയാണെങ്കിൽ 50 രൂപയ്ക്ക് 7 റിങ് കിട്ടും. അത് വീഴുകയാണെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടും. അതുപോലെ തന്നെ ബോൾ ഇടും. അത് എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കാണിക്കാം. ഇത് കണ്ട് ഈ കൂട്ടി കഴിയുമ്പോഴത്തേക്കിന് അത് ഏതൊക്കെയാണോ വരുന്നത് ആ അക്കത്തിലുള്ള പ്രൈസ് നമുക്ക് കിട്ടും. ഇതാണെങ്കിൽ ഗ്ലാസ് മൊത്തത്തിൽ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അങ്ങനെ വ്യത്യസ്തമായ ഗെയിമുകളാണ് ഇവിടെയുള്ളത്. ഇവിടെ ഏറ്റവും വലിയ ജെയിൻ വീലാണ് ക്രമീകരിച്ചത് കേട്ടോ. ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഞാൻ കണ്ടതിലേക്ക് ഏറ്റവും വലിയ ജെയിൻ വീലാണ്. എന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പോർഷനാണിത്. ഇവിടെ ഒരുപാട് പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജെയിൻ വീലിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും വലിയ ജെയിൻ വീലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് മൊത്തത്തിൽ കാണാമായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു കോഴിക്കോട് മൊത്തത്തിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറൈൻ വേൾഡിൻ്റെ പ്രദർശനം ഇപ്പോൾ നടക്കുന്നത് കോഴിക്കോട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. കോഴിക്കോട്ട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ, എമിറേറ്റ് സ്വപ്നനഗരി, നിയർ സരോവരം പാർക്ക്, അവിടെയാണ് ഈ ഷോ ഇപ്പോൾ നടക്കുന്നത്. വർക്കിംഗ് ഡേയ്സിൽ 1 മണി, ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെയും, ഹോളിഡേയ്സിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെയുമാണ് പ്രദർശനം ഉണ്ടായിരിക്കുന്നത്, നമുക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. പ്രവേശന ടിക്കറ്റിൻ്റെ നിരക്ക് 120 രൂപയാണ് ഒരാൾക്കാകുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കടലിലെ ഭീമനായ ആംഗ്ലെയർ ഫിഷിൻ്റെ വായിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് കയറി ചെല്ലുന്നത്. ഇതാണ് ആംഗ്ലെയർ ഫിഷ്, കണ്ടോ? അപ്പോഴേ ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിനോട് വിടാം. ഇനി എന്താ പരിപാടി എന്നല്ലേ? ഇനി പോയിട്ട് നല്ല അടിപൊളി ഒരു കോഴിക്കോടൻ ബിരിയാണി കഴിക്കും. കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടൻ ബിരിയാണി കഴിച്ചാൽ